ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയ തിരിച്ചടിയായിരുന്നു. ഈ തിരിച്ചടിയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്, അതും ഉപഗ്രഹ ചിത്രങ്ങളുടെ രൂപത്തിൽ. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെയായിരുന്നു ആക്രമണം. തങ്ങളെ തൊട്ട അമേരിക്കയിൽ നേരെ ഇറാൻ ഒന്നും നോക്കിയില്ല, പിന്നെ നല്ലതുപോലെ ആക്രമണം അഴിച്ചുവിട്ടു. ഇറാനെ കൈവച്ചിട്ട് എന്തായിരുന്നു ട്രംപിന്റെ വീമ്പ് പറച്ചിൽ? ഇറാനെ തകർത്തു തരിപ്പണമാക്കി, ഇനി ഇറാൻ തലപൊക്കില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ ഒരു ശക്തിക്കും കീഴടങ്ങുന്നവരല്ല ഇറാൻ. അതവരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഒടുവിൽ എല്ലാം ട്രംപിന്റെ കള്ളക്കളിയും തള്ളുമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ട്രംപിന്റെ കള്ളങ്ങൾ തകർന്നടിഞ്ഞ കൂട്ടത്തിലാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തെത്തിയത്. പെന്റഗൺ വക്താവ് ഷോൺ പാർനെൽ നാശനഷ്ടം സ്ഥിരീകരിക്കുകയും ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വ്യോമതാവളത്തിൽ ആശയവിനിമയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ജിയോഡെസ്നിക് ഡോമിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഉപഗ്രഹ ദൃശ്യങ്ങളുടെ ഔദ്യോഗിക വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ആക്രമിക്കപ്പെട്ട അൽ ഉദൈദ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേടുപാടുകൾ ബേസിലെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടെ ഇസ്രായേലിനെ പിന്തുണച്ച US രംഗത്തെത്തുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ മറുപടിയായാണ് US വ്യോമതാവളം ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടത്. ദോഹയ്ക്ക് പുറത്തുള്ള ഈ താവളം US സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനവും പ്രാദേശിക സൈനിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കും വഹിക്കുന്നതാണ്. 2016 സ്ഥാപിച്ച $15 ദശലക്ഷം വിലമതിക്കുന്ന ഈ ഡോം അത്യാധുനിക ഉപഗ്രഹ ആശയവിനിമയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നായിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പെന്റഗൺ വക്താവ് സീസൺ പാർലമെന്റ് മിസൈൽ പാരഡമിനെ ലക്ഷ്യമിട്ടതും സ്ഥിരീകരിച്ചു. അടുത്തിടെ നടന്ന 12 ദിവസത്തെ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ US ബോംബിട്ടതിനുള്ള പ്രത്യാക്രമണമായിരുന്നു ഈ ആക്രമണം. ആക്രമണത്തെക്കുറിച്ച് ഇറാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് USനും ഖത്തറിനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ അവസരം നൽകിയിരുന്നു. 14 ഇറാനിയൻ മിസൈലുകൾ വിക്ഷേപിച്ചതായും അതിൽ 13 തടഞ്ഞതായും ഒരെണ്ണം അപകടകരമല്ലാത്ത ലക്ഷ്യത്തിൽ പതിക്കാൻ അനുവദിച്ചുമെന്നുമായിരുന്നു ട്രംപിന്റെ വിശദീകരണം. നേരത്തെ വിവരം അറിയിച്ചതിന് ഇറാനോട് നന്ദി പറയുകയും ചെയ്തു. ഇത് ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാനും ആർക്കും പരിക്കേൽക്കാതിരിക്കുവാനും സഹായിച്ചു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയിരുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് US മധ്യക്ഷതയിൽ വെടിനിർത്തലുണ്ടായത്. സംഘർഷങ്ങൾ ലഘൂകരിക്കുവാനും ഒരു വലിയ പ്രാദേശിക സംഘർഷം ഒഴിവാക്കുവാനും ഈ ഇടപെടൽ സഹായിച്ചിരുന്നു.